വീട്ടുകാര്യങ്ങളെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ അധികം ദിവസമായിട്ട് എനിക്ക് വരാൻ പറ്റാതെ നിൽക്കണമായിരുന്നു. ഭയങ്കര തിരക്ക്. നിങ്ങൾ കണ്ടില്ലേ, വർക്കിംഗ് വുമൺ ഡെയിലി റുട്ടീൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അത് ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ തിരക്കായിപ്പോയി, ഭയങ്കര റെസ്റ്റ്ലെസ് വർക്കായിപ്പോയി. അപ്പോൾ വന്നവനൊന്ന് വിചാരിച്ചിരുന്നു. കാരണം കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ടൈപ്പ് ചെയ്തൊക്കെ വിടാനായിട്ട് എനിക്ക് മതിയായിപ്പോണ്ടാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് ഒന്നും വിടാൻ പറ്റാറില്ല, നിങ്ങൾക്ക് മറുപടി ഒന്നും വിടാൻ പറ്റൂല, അത്രയ്ക്ക് ടയർഡായിരിക്കും. അപ്പോൾ കുറേ മെസ്സേജുകൾ വന്നിങ്ങനെ, കമൻറ്റുകൾ വന്നിങ്ങനെ ഒരുപാട് കിടക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ലവ് ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യുള്ളൂ. അത് എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ ടൈപ്പ് ചെയ്യാനുള്ള ശക്തി എനിക്ക് ഉണ്ടാവില്ല. അത്രയും ഞാൻ തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലവ് ബട്ടൺ മാത്രം ഇടുന്നത്. അപ്പോൾ അത് എല്ലാവരും സ്വീകരിക്കും. എനിക്ക് സങ്കടമാണ് ശരിക്കും. എനിക്കൊരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ലവ് എന്തെങ്കിലും വിടാതെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോഴേക്കും ഞാൻ അതെങ്കിലും നിങ്ങൾക്ക് തരണ്ടേ ആ ഒരു സ്നേഹം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ലവ് ബട്ടൺ മാത്രമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഭയങ്കര തിരക്കാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇടണം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഫോട്ടോയൊക്കെ ഇടാനായിട്ട് അവരും കൂടി സമ്മതിക്കണം, മറ്റുള്ളവർ. കാരണം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം ചില ആളുകളൊക്കെ കാണുമ്പോഴേക്കും എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത്, നീയ ഇങ്ങനെ ആയി, ഇനി ഞങ്ങളെയും കൂടി ഇങ്ങനെ പുറത്തൊക്കെ ചെല്ലുമ്പോഴേക്ക് ആൾക്കാർ തിരിച്ചറിയുന്ന രീതിയിലൊന്നും ആക്കണ്ട, അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും അവർ സമ്മതിച്ചാൽ ഞാൻ കാണിക്കാം. അതാണ് ഞാൻ കാണിക്കാത്തത്. എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്താണ് ഞാൻ യൂസ് ചെയ്യണത്, എന്ത് യൂസ് ചെയ്യാനായിട്ട്, ഒന്നും യൂസ് ചെയ്യാനൊന്നുമില്ല. എനിക്കുള്ളത് പട്ടി കുറയ്ക്കണം. അതന്നെ ഇത് കണ്ട ഡാസ്ലറിൻ്റെ 2-3 ലിപ്സ്റ്റിക്ക്. ഇത് കണ്ട ഈ ലിപ്സ്റ്റിക്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണം, ഡാസ്ലറിൻ്റെ. ഈ 4 ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ കുറേ ഇങ്ങനെയുള്ളത് നല്ല ഇതൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ എന്താണ്, ഒന്നും പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റാത്ത കളറായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും, ഒന്നും കൊണ്ടുവരണ്ട, ഞാനിവിടെ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയാറുണ്ട്. പിന്നെ അത് ഈ ഒരു ഫൗണ്ടേഷൻ ഇത് മാത്രമാണ് ഞാനിടുന്നത്. ചുണ്ടിൽ ഈ വാസലിൻ ഇടും. ഇത്രയും സാധനങ്ങളുള്ള ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു മേക്കപ്പ്, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഭയങ്കര വില കൂടിയ ബ്രാൻഡുകൾ അങ്ങനെ ഉള്ളതൊന്നും ഞാൻ മേടിക്കാറൊന്നുമില്ല. അത്യാവശ്യം ഡാസ്ലറാണ് ഞാൻ മാക്സിമം. അത് ചീപ്പുമാണ്, നല്ല വില, അതുപോലെ നല്ലതുമാണ്, കുഴപ്പമില്ല. അതുപോലെ നെയിൽ പോളിഷ്. ഇത് വേണ്ട, എൻ്റെ നെയിൽ പോളിഷ് നിങ്ങൾ കണ്ടില്ല, ഞാൻ എത്രയോ ദിവസം മുമ്പിട്ടാണ്, എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിലല്ല 8 ദിവസം 10 ദിവസം എന്തായിട്ടുണ്ട് ഞാൻ ഇത് പോകാത്തത്. വേണ്ട, ഇത്രയും ജോലി എടുക്കുന്നത് നിങ്ങൾ കാണണില്ലേ. ഇത് പക്ഷേ എന്താണ്, ഈ കയ്യിലുള്ള പോകും കേട്ടോ. ഇത് ഞാൻ സ്ക്രബ്ബർ പിടിക്കാൻ നേരത്ത് പാത്രം കഴുകില്ല, അപ്പോൾ ഇത്രയൊക്കെ പോകും. അപ്പോൾ എനിക്കിത് കളയാനായിട്ട് തോന്നലാണെങ്കിൽ ഞാനിത് ക്ലീൻ ചെയ്ത് വേറെ ഇട്ടാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചിയുടെ കൈയൊക്കെ ചേച്ചി ഇത്രയും ജോലി ചെയ്തിട്ട് ചേച്ചി എന്താ ചെയ്യണത്, എന്ത് കാര്യം, എങ്ങനെയാണ് ഇതിനെ സംരക്ഷിച്ച് പോകണമെന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെ യാതൊന്നുമില്ല. കാരണം ഞാൻ എല്ലാ ജോലികളും ചെയ്യും. ഞാൻ ഒരിക്കലും ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല എല്ലാം. പക്ഷെ എനിക്ക് നമ്മുടെ ഡിറ്റർജൻറ്റ് അലർജിയാണ്. ഡിറ്റർജൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം അമ്മമാരെപ്പോലെയായി പോകും, കൈ ചുളുങ്ങിപ്പോവും. കുറച്ച് ദിവസം 2-3 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഡിറ്റർജൻറ്റ് കൈ കൊണ്ട് എടുക്കുന്നത് ആഴ്ചയിൽ 1 ദിവസമാണ്. കാരണം പുറത്തിടുന്ന മോൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടാവും, യൂണിഫോം, ഇതൊക്കെ ഞാൻ കൈ കൊണ്ട് കഴുകാറുള്ളൂ. അപ്പോൾ യൂണിഫോം കൈ കൊണ്ട് കഴുകിയിട്ട് ഹാങ്കറിൽ തൂക്കിയിടുമ്പോഴേക്കും നമുക്ക് തേക്കേണ്ടി വരില്ല. യൂണിഫോമൊക്കെ ഡെയിലി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കളറുള്ള യൂണിഫോമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ സ്റ്റിച്ച് കട്ടിയായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ള കളറായി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. മാക്സിമം യൂണിഫോമൊക്കെ തേക്കാതെ ഉപയോഗിക്കുക. 2 കൊല്ലം 3 കൊല്ലം അതിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെയാണ്. നമ്മൾ മണി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് മണി മാനേജ്മെൻറ്റൊക്കെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ പാത്രങ്ങളുടെ കാര്യമൊക്കെ പറയൂലേ, പാത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാനുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. അത് എത്ര ചീത്തയായാലും ഞാൻ അങ്ങനെ കളയില്ല. പിന്നെ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ പുതിയ പാത്രമൊക്കെ മേടിച്ച് വെച്ച് കാണിക്കാനൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണക്കാരുടെ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരെന്ന് പറയുമ്പോഴേക്കും എന്നെ ഒരുപാട് റിച്ചായിട്ടുള്ള ആളുകൾക്കും സ്വീകരിക്കാം, വളരെ താഴെയുള്ള ആളുകൾക്ക് എൻ്റെ ചാനൽ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ചാനൽ. അപ്പം ഞാൻ ഒരുപാട് ചാനലുകളൊക്കെ ഞാൻ കാണാറുണ്ട്. കണ്ടു കഴിയാൻ നേരത്ത്
ആ ചാനലിലൊക്കെ കൗതുകം മാത്രമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിലൊന്നുപോലും നമ്മൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കാനോ ഒന്നും നമുക്ക് പറ്റാറില്ല. ഇല്ലേ, എല്ലാവർക്കും അങ്ങനെ തോന്നാറില്ലേ? കാണാൻ കൊള്ളാം, പക്ഷെ നമുക്കൊക്കെ ഇത് പറ്റുമോ എന്നുള്ള. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഒരു സാധാരണ ഒരു വീട്ടിൽ എന്തെല്ലാം നടക്കുന്ന അതെല്ലാമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്താണ് മോട്ടിവേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ തെറ്റുകൾ എൻ്റെ കല്യാണത്തിന് ശേഷം നമ്മൾക്കൊരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒക്കെയുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ കുറേ തെറ്റുകളൊക്കെ നമ്മളുടെ വശത്തു നിന്ന് പെരുമാറ്റത്തിൽ അങ്ങനെയൊക്കെ വരും. അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തന്നെ താനെ ക്ലിയർ ചെയ്തെടുത്ത്. അപ്പം താനെ അതിനെ മനസ്സിലാക്കി അതിൽ നിന്നും മാറാൻ നേരത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഇത് പുതിയ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ല, അവർക്ക് അത് പ്രയോജനമാകും. കാരണം എനിക്കാരും ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ ഞാനിങ്ങനെ ഓരോ ഡെയിലി റുട്ടീൻ, പിന്നെ കുക്കിംഗ് ഒക്കെ ഞാൻ കാണിക്കണില്ലേ. എൻ്റെ കുക്കിംഗ് ഒരിക്കലും നല്ലൊരു കുക്കിംഗ് ആയിട്ട് ഞാൻ കാണിക്കുന്നതല്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഒരേ സമയം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, എന്നാലാണ് വീടായി വരുന്നതും ജോലികൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ. അതുകൊണ്ട് പയറ് കറിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പയർ കറി എന്നൊക്കെ പറഞ്ഞ നിസ്സാര കറി അതൊക്കെ കാണിക്കണമെന്ന് തന്നെ ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ കാണിക്കാതിരുന്നത്. പിന്നെ ഈ റുട്ടീനൊക്കെ എടുക്കൂലേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഷൂട്ടിങ്ങാണ്. കാരണം നിങ്ങൾ ചിലവർ പറയുന്നുണ്ട് ചേച്ചി ഓരോന്ന് ചെയ്യുമ്പോൾ സമയം എത്രയാണ് എന്നൊക്കെ ഒന്ന് പറയണേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സമയമൊന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശം വെച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ ഈ ഷൂട്ട് ചെയ്യാതെ ഈ ജോലികൾ ചെയ്യുമ്പോഴേക്കും 8 മണിക്കുള്ളിൽ എൻ്റെ ജോലിയെല്ലാം തീരും, എനിക്കറിയാമത്. പക്ഷേ ഒരു ഷൂട്ടിങ്ങോട് കൂടി അത് ചെയ്യുമ്പോഴേക്കും മിക്കവാറും റീടേക്ക് എടുക്കേണ്ടി വരും. അതൊക്കെ എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ. രണ്ടാമത് കറികളുടെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എടുത്തത് സ്റ്റക്കായിപ്പോയി, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? റീടേക്ക് എടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇല്ലേ, ഈ ഞാൻ 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന പണി വൈകുന്നേരം വരെയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പണികൾ ഞാൻ ചിലപ്പോൾ അതിനേന്ന് സ്പീഡിന് ഞാൻ തീർക്കുന്ന ആളാണ്. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സീൻ എടുത്ത് കഴിഞ്ഞിട്ട് അത് കിട്ടിയെന്നുള്ളത് ആദ്യം ഒരു വാച്ച് ചെയ്യും. കിട്ടിയില്ലെങ്കിലുണ്ടല്ല, സ്റ്റക്കായൊക്കെ നിന്നാൽ അവിടെ നിൽക്കും. ഇത് ഓടിക്കൊണ്ടിരിക്കും, ക്യാമറ ഓടും, പക്ഷേ സ്റ്റക്കായി നിന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ചില വീഡിയോയിലൊക്കെ ഞാൻ പറയാറില്ലേ, അത് നഷ്ടപ്പെട്ടു പോയി സോറി എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗതികെട്ടിട്ട് പറയുന്നതാണ്, പക്ഷെ പോയല്ല. അപ്പം എപ്പോഴാണ് കിട്ടാതിരിക്കുന്നതെന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഡെയിലി റുട്ടീൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അത് ഒരുപാട് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ വർക്കിംഗ് വുമൻ്റെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇത്രയും ലോങ് ആയിപ്പോയി. പിന്നെ ചില ആൾക്കാർ കുറേ കാര്യങ്ങളിൻ്റെ അടുത്ത് ചെയ്യണോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കേൾക്കാഞ്ഞിട്ടല്ല, ഞാൻ കാണാഞ്ഞിട്ടില്ല. ഞാനത് എനിക്കറിയാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വ്യൂസ് ഒട്ടും തന്നെ കിട്ടാത്ത കുറേ ആവശ്യങ്ങൾ നിങ്ങൾ ചിലവർ പറയുന്നുണ്ട്. എനിക്ക് അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടാകാം, പക്ഷേ എനിക്ക് വ്യൂസ് ഒട്ടും തന്നെ കിട്ടാത്തത് ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നില്ല. ആ പ്രഗ്നൻസിയുടെയൊക്കെ എനിക്ക് ഒട്ടും തന്നെ വ്യൂസ് കിട്ടാത്ത അത് എനിക്ക് കുറേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനത് ചെയ്തത്. അതുപോലെ കുറേ ആവശ്യങ്ങൾ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ല. അത് ചെയ്താൽ ഒട്ടും തന്നെ വ്യൂസ് ഉണ്ടാവില്ല. ഇപ്പോൾ കറികളുടെയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, അതിനൊക്കെ വ്യൂസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നല്ല നല്ല കുക്കിംഗ് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ടൊക്കെ കുക്ക് ചെയ്യുക പഠിക്കുന്നതായിരിക്കുള്ളൂ നല്ലത്. ഇത് ഞാൻ കാണിക്കുന്നത് ഒരു മോട്ടിവേഷനാണ്, കംപ്ലീറ്റ് മോട്ടിവേഷനാണ്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഞങ്ങൾ ശരിയായി ചേച്ചി, ഞങ്ങളുടെ മടി പോയി, ഞങ്ങൾ ഭയങ്കര സ്മാർട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതിനാണ് ഞാനിത് ചെയ്തത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടയേർഡാകും. രാത്രി ആകുമ്പോഴേക്കൊക്കെ ഭയങ്കര ടയേർഡ്. അപ്പോൾ എല്ലാവരും ചോദിക്കാണ്ട് ചേച്ചി എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് എഴുന്നേക്കണം. ഞാൻ മിക്കവാറും 12 മണിക്ക് മുൻപ് എനിക്ക് കിടക്കാൻ പറ്റാറില്ല. അങ്ങനെ നെറ്റ് പ്രോബ്ലം ഉണ്ടാകും, നെറ്റ് സ്ലോ ആകും, ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, നെറ്റിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഉറക്കം നിന്നിട്ട് വേണം അത് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു 3 മണിക്കൊക്കെ എഴുന്നിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. ആരും അറിയില്ല ഞാൻ എൻ്റെ കാര്യം. എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞാകെ നാശമാകും ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് യൂട്യൂബ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു 10-10:30 കിടക്കുന്ന ആളായിരുന്നു. 10:30 മണി 11 തൊട്ടൊന്നും വല്ല കാലത്തേ ഉള്ളൂ. 10:30 കിടക്കുന്ന ആളാണ്. എഴുന്നേക്കണത് കറക്റ്റ് 5:30 അടുക്കളയിലുണ്ടാവില്ലേ. 5 മണിക്ക് അലാം അടിക്കും. 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത് നമ്മുടെ കിച്ചണിൽ വരുമ്പോഴേക്കും 5:30 മണി എന്തായാലും അതിനപ്പുറത്ത് പോകില്ല. കാരണം ഞാനിത് ഒരു 22 വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ കുട്ടീനെ സ്കൂളിലാക്കിയപ്പോൾ
6:50 ഇവിടെ നിന്ന് പോകണം. സ്കൂൾ തൊട്ടടുത്താണ്. 7 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പം ഇത്തിരി ദൂരമുള്ളൂ. അപ്പം അങ്ങനെ പോകേണ്ടി വന്നതുകൊണ്ട് അന്ന് തുടങ്ങിയത്. ഇപ്പം ഇളയ മോനും സ്കൂളിൽ നിന്ന് പോന്നിട്ടില്ല. അപ്പം അവന് ഇപ്പം ഒരു 7:30 മണിക്കാണ്, അരമണിക്കൂറും കൂടി അവർ കയറ്റി തന്നേക്കുന്നതുകൊണ്ട് 7 മണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പം എങ്കിലും അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അവന് നേരത്തെ തന്നെ പോകണം, 10th-ലായതുകൊണ്ട് 6:50 തന്നെ അവന് പോകണം. അപ്പം അങ്ങനെ ഞാനത് ശീലമായപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഒരു വിഷമമില്ലാത്ത ആളാണ്. രാവിലെ എഴുന്നേറ്റില്ലെങ്കിലാണ് എനിക്ക് കിടക്കാൻ പറ്റില്ല. കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥതയാണ് മനസ്സിന്. അയ്യോ, വെയിലൊക്കെ കണ്ടാൽ തീർന്ന്. വെളിച്ചമൊന്നും കാണാൻ പാടില്ല എനിക്ക്. രാവിലെ നല്ല ഇരുട്ടത്ത് തന്നെ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം പാഴായതാണ്. രാവിലെ എഴുന്നേക്കാത്ത സന്ദർഭങ്ങളിൽ എൻ്റെ ജോലി എത്ര എന്ത് ചെയ്താലും ജോലി തീരില്ല. വൈകുന്നേരം വരെ അത് അങ്ങനെ വലിഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. അതാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ശീലിക്കണമെന്നുള്ളത്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഡ്രൈവിങ്ങിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഡ്രൈവിംഗ് എന്ന് പറയാനായിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 4 വീലറിൻ്റെ മാത്രം, 2 വീലറിൻ്റെ ലൈസൻസ് എടുത്തിട്ടില്ല. ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അപകടം വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടളഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ 4 വീലർ ഡ്രൈവിംഗ് ഞാൻ വളരെ ചെറുപ്പത്തിലെടുത്ത. പിന്നെ ഒരുവിധം 3 മക്കളായതിനു ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന് മാത്രം. കാരണം എൻ്റെ വീട്ടിൽ പുള്ളിയുടെ അമ്മയൊന്നും സമ്മതിക്കില്ലായിരുന്നു ഡ്രൈവ് ചെയ്യാനായിട്ട്, ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടികൾ ചെറിയ മോനും ഒരുവിധം വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഞാനിത്തിരി ഫ്രീ ആയപ്പോഴത്തേക്കും ഞാനൊരു ദിവസം പുള്ളിയുടെ അടുത്ത് ചോദിച്ച്, പുള്ളി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാനിതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. പുള്ളി ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടുകാരെ കൂടി, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടുകാരെ കൂടി ഡ്രൈവിംഗ് പഠിക്കാൻ ഒരിക്കലും പോകരുത്. അവർ ഡിസ്കറേജ് ചെയ്യുള്ളൂ. നമ്മൾ ഉള്ള എന്താ പറയാനുള്ള ധൈര്യം നഷ്ടപ്പെടുത്തും. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് വണ്ടിയിൽ വേറെ ആൾക്കാർ കയറാനും പാടില്ല. ആ ആശാനും നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ വണ്ടിയിൽ. പുറകിൽ ആളെ കയറ്റി ഒരു യാത്ര പോലെയൊക്കെ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ പഠിക്കില്ല. അങ്ങനെയാണത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പോയിട്ട് അത് പിന്നെ നിർത്തിക്കളഞ്ഞതാണ്. അപ്പം ഞാൻ 3 പിള്ളേരായി കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡും ഇവിടെ ഉണ്ടാകൂലല്ലോ. അപ്പം നമ്മൾ തന്നെ അപ്പം ഇത്തിരി നീളമുള്ള കറക്കിയത് ഞങ്ങളുടെ അത് എനിക്ക് എടുക്കാനും എനിക്ക് പേടിയായിരുന്നു. കാരണം ഞങ്ങളുടെ വഴി നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു പോക്കറ്റ് റോഡാണ്. അത് വളരെ സൂക്ഷിച്ച് വേണം എടുത്തിട്ട്. പിന്നെ അപ്പുറത്തേക്കും 2 സൈഡിലും വലിയ റോഡാണ്. അത് എടുക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ വലിയ വണ്ടിയാകുമ്പോൾ. അപ്പോൾ വലിയ വണ്ടി ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇത് പറ്റൂല, എനിക്കൊരു ചെറിയ വണ്ടിയാണ് വേണ്ടത്. അങ്ങനെ ആ വണ്ടി കൊടുത്തിട്ട് ചെറിയ വണ്ടി, അപ്പോൾ 2 വണ്ടിക്ക് നമുക്ക് വകുപ്പില്ല. അപ്പോൾ ഒരു വണ്ടി മതി. അപ്പോൾ ചെറിയ വണ്ടിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുള്ളിയൊന്നും ഇല്ല ഇവിടെ. ആ സമയത്ത് ഞാനൊരു ആശാനെ വെച്ചിട്ട് 10 ദിവസം ആശാൻ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു തന്നതാണ്, കാർ എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും മൈൻഡ് ക്ലിയർ ആയിട്ട് വെക്കുക. നമ്മൾ വേറെ ചിന്തയിൽ ഒരിക്കലും കാർ എടുക്കരുത്. കാറിലിരുന്ന് കഴിഞ്ഞ് കാറ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കറിയാമല്ലോ, ഇത് ബ്രേക്കിലെപ്പോഴും കാല് വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ചാടുമല്ലോ അല്ലെങ്കിൽ വണ്ടി. അപ്പോൾ വളരെ സ്ലോയിലി ക്ലച്ച് വിട്ട് സാവധാനം മൂവ് ചെയ്യിക്കാന്ന്. അങ്ങനെ പുറത്തേക്ക് വണ്ടി ഇറക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഫസ്റ്റ് ഗിയറിൽ മാത്രം ഇട്ടിട്ട് സൈഡ് റോഡിൽ കൂടി തന്നെ, ഒരു ഗ്രൗണ്ടിലും കയറ്റി ഓടിക്കാൻ പാടില്ലെന്ന് ആശാൻ്റെ അടുത്ത് പറഞ്ഞു. റോഡിൽ കൂടി തന്നെ ഫസ്റ്റ് ഗിയറിൽ മാത്രം മൂവ് ചെയ്യിക്കുക. ക്ലച്ച് പതിയെ കൊടുത്ത് വണ്ടി ക്ലച്ചിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. ആ രീതിയിൽ പതിയെ കൊടുത്ത് നിർത്തി ബ്രേക്ക് ചവിട്ടി നിർത്തുക. പിന്നെയും ക്ലച്ച് റിലീസ് ചെയ്ത് പിന്നെ ബ്രേക്ക് പതുക്കെ മാറ്റി പതിയെ മൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യിച്ചെന്നെ കൊണ്ട് ഒരു ദിവസം മുഴുവൻ അങ്ങനെ ചെയ്യിച്ച്. അതായത് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് മൂവ് ചെയ്യുക, നിർത്തുക, ഓഫായി പോകാതെ മൂവ് ചെയ്യുക, നിർത്തുക. ഇതിങ്ങനെ ഒരു ദിവസം മുഴുവൻ ചെയ്ത് 2ാം ദിവസം സെക്കൻഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിലേക്കും മാറ്റി വണ്ടി പതിയെ അതും ഇതായിട്ട് അതിങ്ങനെ നിർത്തുക. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഇങ്ങനെ സ്ലോ ചെയ്ത് നിർത്താനും പഠിക്കുക. അതുപോലെ തന്നെ മൂവ് ചെയ്യിച്ച് സ്പീഡാക്കാനും പഠിക്കുക. അതങ്ങനെ പഠിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് എപ്പോഴും പുറകിൽ ഇത് എൽ ആൽഫബറ്റ് പുറകിലും മുമ്പിലും ഒട്ടിച്ചിട്ട് വേണം വണ്ടി എടുക്കാനെന്നും പറഞ്ഞു. അപ്പം മറ്റുള്ള വണ്ടികൾ നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഹോൺ അടിക്കുന്നത് തിരിഞ്ഞ് നോക്കണ്ടെന്ന് പുള്ളി ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മളുടെ വീട്ടുകാരാണ് നമ്മളുടെ കൂടെ വണ്ടിയിലുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോൺ അടിക്കണം കേട്ടോ, വണ്ടി നീക്കി കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടിടിപ്പിക്കും. അപ്പം ആ പുള്ളി അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൻ്റെ ധൈര്യം കിട്ടുന്നത്. അപ്പം ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്
ഹോൺ അടിക്കണത് അവൻ്റെ ഹോണാണ്, അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ അടിച്ചോളും, തിരിഞ്ഞു നോക്കണ്ട, നമ്മളുടെ വണ്ടി നമ്മൾ കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. അവനവിടെ ഹോൺ അടിക്കുക, വണ്ടി നിർത്തിയിടുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ നമ്മളുടെ വഴി നോക്കുക എന്ന് മാത്രം പറഞ്ഞു. അതെനിക്ക് ധൈര്യമായിട്ട് കിട്ടിയൊരു വാക്കുകളാണ്. അങ്ങനെ ഹോൺ അടിക്കുന്നത് ശ്രദ്ധിക്കാതെ ഹോൺ അടിക്കും, നമ്മൾ സ്ലോ അല്ലേ, അങ്ങനെ പോയി വണ്ടി നേരെ പോകും. നേരെ റോഡിൻ്റെ ലെഫ്റ്റിലേക്ക് ചേർന്ന് നമ്മൾ ആദ്യം പോകുള്ളൂ. അങ്ങനെ പോകുമ്പോഴേക്കും എവിടെയും എന്തിനാണ് ലെഫ്റ്റിലേക്ക് മിഡിൽ പിടിച്ച് പോകുന്നത്. അങ്ങനെ മിഡിലൂടെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ മുമ്പിൽ നമ്മൾക്ക് ഏതെല്ലാം തരത്തിൽ തടസ്സങ്ങൾ നമുക്ക് കുറേ ദൂരത്തു നിന്ന് തന്നെ കാണാൻ പറ്റൂലേ, കുറേ ദൂരത്തു നിന്ന് തന്നെ കാണാം ഇന്ന തടസ്സങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടി പട്ടം കിടക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ആ കുട്ടി ഏത് സമയത്തും ചാടാം. അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ ബ്രേക്കിൽ കാല് വരിക. എന്ത് തടസ്സങ്ങളാണ് മുന്നിൽ കാണുന്നത്, കുറേ ദൂരെ തന്നെ തടസ്സങ്ങൾ കാണുമ്പോൾ ബ്രേക്കിൽ കാല് വരിക, ചവിട്ടരുത്. നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഓട്ടോമാറ്റിക്കായി ബ്രേക്കിൽ നമ്മൾ ചവിട്ടിപ്പോവും. പക്ഷേ നമ്മളുടെ കാല് ബ്രേക്കിൽ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ക്രോസിങ് ആരെങ്കിലും ചെയ്ത് പെട്ടെന്ന് ചവിട്ടുന്നത് ആക്സിലേറ്റർ ചവിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പീഡിൽ പോയി വണ്ടി ഇടിക്കുക ചെയ്യണം. അപ്പം നമ്മളെപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാനായിട്ട് പേടിച്ചിരുന്നാൽ വീട്ടിലിരിപ്പേ ഉണ്ടാവുള്ളൂ, അപകടങ്ങളെക്കുറിച്ച് ഓർത്താൽ വീട്ടിലിരിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ധൈര്യപൂർവ്വം ഡ്രൈവിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യുക. വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാം വളരെ ശ്രദ്ധ എല്ലായിടത്തും. അപ്പം മിററുകൾ നോക്കുക, സൈഡിൽ കൂടി ഈ 2 വീലറുകാരൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ ചീറി പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കയറി ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ ഈ വണ്ടിയുടെ സൈഡൊക്കെ ഉരച്ച് അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഈ സൈഡ് മിററിൽ കൂടെയൊക്കെ ഇടയ്ക്ക് നോക്കുക, പുറകിൽ ആൾക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ ഇടയ്ക്ക് നോക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ പാർക്കിംഗ് എനിക്ക് വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ്. പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തൊക്കെ ഇടാം. പിന്നെ നീളമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റില്ല, പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും വണ്ടി ഓടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ 10 ദിവസം പഠിച്ചുള്ളൂ. 10ാം ദിവസം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വണ്ടി എടുത്ത്, കൂടെ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഒറ്റയ്ക്ക് തന്നെ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി അത്യാവശ്യം അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ ആയിട്ട് പോവുക. അപ്പം ഞാൻ മെയിനായിട്ട് ഇത് കണ്ടിന്യൂസ് ചെയ്തിരുന്നൊരു ജോലിയാണ്. 3 മക്കളെയും കൊണ്ട് സ്കൂളിൽ പോവുക, സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക, സ്കൂളിൽ കൊണ്ടാക്കുക, വെളുപ്പിന് തിരിച്ച് ഉച്ചക്കാണ് അവിടെ സ്കൂൾ കഴിയുന്നത് 3:30 കൂടി. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ പോയി എല്ലാം തിരിച്ചുകൊണ്ടുവരിക. ഇത് ഞാൻ ഡെയിലി, അപ്പോൾ 2 പ്രാവശ്യം ഇല്ല വണ്ടി എടുക്കുന്ന ഒരു ദിവസം, അങ്ങനെ ഡെയിലി ഞാൻ ചെയ്ത് ഞാൻ എക്സ്പെർട്ടായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഇപ്പം എല്ലാവർക്കും അവരൊക്കെ വലുതായി 10-24 വയസ്സ് 19 വയസ്സ് അങ്ങനെയൊക്കെ പ്രായമായി പിള്ളേർക്ക്. അപ്പോൾ എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസായി. അപ്പോൾ അവർ എന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലല്ലാതെ പുറത്തേക്ക് ഇന്ന് വരെ വിട്ടിട്ടില്ല. അത് ഡ്രൈവറിനെ വെച്ച് പോയാൽ മതി എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഞാൻ അത്രയും അധികം ഒന്നും ഓടിക്കില്ല. അത്യാവശ്യം ഷോപ്പിങ്, പള്ളിപ്പോക്ക് അത്രയൊക്കെ ഉള്ളൂ. അപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. ഡ്രൈവിനെ കുറിച്ച് വേറെ പറയാനൊന്നുമില്ല. ധൈര്യമായിട്ട് വണ്ടി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ സ്ലോ ചെയ്യുക, വണ്ടി ഓഫാകാതെ തന്നെ ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് മൂവ് ചെയ്യുക, വീണ്ടും അത് ചവിട്ടി ഒന്ന് സ്ലോ ആക്കി നിർത്തുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര അതാണ് വേണ്ടത്. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇപ്പോൾ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ജാഥ പോലെയൊക്കെ ആളുകൾ വന്ന് അപ്പം നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഗിയറിലിട്ട് പതിയെ ഭയങ്കര സ്ലോയിലെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആ ഡ്രൈവിങ്ങാണ്. സ്പീഡിന് ആക്സിലേറ്റർ കൊടുത്ത് പോകാൻ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ വണ്ടി നമ്മളെ കൊണ്ടുപോകുന്നു എന്നൊരു ചിന്ത വന്നു പോയാൽ അപ്പോൾ വണ്ടി ഓഫ് ചെയ്യുക, വേറെ ആരെങ്കിലും കൊണ്ട് ഓടിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കുക. പഠിക്കുന്ന സമയത്തെ കാര്യം പറഞ്ഞത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് പോയി പിന്നെ നമ്മൾ അപകടം വരുത്തും പഠിക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ നമ്മൾ വേണം വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു വണ്ടി എന്നെ കൊണ്ട് കൊണ്ടിട്ട് എങ്ങോട്ടാ പോകണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആശാൻ്റെ അടുത്തേക്ക് പക്ഷേ അങ്ങനെയാണെങ്കിൽ അപ്പം നിർത്തിയേക്കുക. പിന്നെ ആശാനായിരിക്കുള്ളൂ എന്നെ പറയാം, അരമണിക്കൂറൊക്കെ ഓടിച്ചാൽ മതി. ആശാൻ തിരിച്ചെന്നെ കൊണ്ടാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒരുവിധം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനും അകത്തേക്ക് കയറ്റാനും പുറത്തേക്ക് ഇറക്കാനും അങ്ങനെ കുറേ പ്രാവശ്യം അത് പഠിച്ച് എല്ലാം കൂടി 10 ദിവസം മുതൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം മക്കളൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് പുറകിലിരുന്നാൽ മതി. കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഡ്രൈവിങ്ങിന്. ഹസ്ബൻഡ് ഉണ്ടാവും, 2ാമത്തെ മോനുണ്ടാകും, മൂത്ത മോനുണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഏതെങ്കിലും സമയത്ത്. ഇപ്പം 2ാമത്തെ മോൻ സ്ഥിരമായിട്ടുണ്ട്. അപ്പം ഡ്രൈവർ സ്ഥിരമായിട്ടുണ്ട് എനിക്ക്. കാരണം അവനിവിടെ ഇനി 3 കൊല്ലം പഠിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് കുറവാണ്. ആരും ഇല്ലാത്ത ഘട്ടത്തിൽ മാത്രമേ ഞാൻ വണ്ടി എടുക്കുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഓടിച്ചോളൂ. അപ്പം ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെയുള്ളൂ.
പിന്നെ 2-3 ഹായ് പറയാനുണ്ട്. ഒരു പ്രിയ ഹായ്. അത് കുറേ ദിവസമായിട്ടാണ് പറഞ്ഞിട്ട്, കാരണം ഞാനിങ്ങനെ വന്നില്ലായിരുന്നല്ല. പിന്നെ ഒരു ഷീബ അഭിലാഷിൻ്റെ 28th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഷീബ ബിലേറ്റഡ് വിഷസ്. പിന്നെ ഒരു റെജിന റെജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഒരു ദിവസം, അത് പുള്ളിക്കാരി കേട്ടിട്ടില്ല. അപ്പം റെജിന റെജി ഹായ്. അപ്പം ഹായ് പറയണത് ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ ആരും ഇപ്പം ഹായ് പറയാനൊന്നും പറയണില്ല കേട്ടോ. കാരണം അതൊരു ബോറൻ പരിപാടിയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പം അധികാരം പറയണില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞു. ഇനി കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് കുറച്ച് ലോങ്ങായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പം ഇത്രയും എന്നെ കേട്ടിരുന്നല്ല. താങ്ക് യു.